നമ്മൾ നാരകത്തിന്റെ ചെടിയെ ഓറഞ്ചിന്റെ ചെടി തമ്മിൽ ബട്ട് ചെയ്യുകയാണ്, ഗ്രാഫ്റ്റിംഗ് ചെയ്യുകയാണ്. നമ്മൾ നാരകത്തിന്റെ ചെടിയിൽ ഓറഞ്ചിന്റെ ആ ഒരു തണ്ട് ക്രാഫ്റ്റിംഗ് ചെയ്ത് ഒരു മരത്തിൽ തന്നെ, അതായത് ഒരു ചെടിയിൽ തന്നെ, നാരകത്തിന്റെ ഒരു ചെടിയിൽ തന്നെ നമ്മൾ നാരകവും ഓറഞ്ചും ഒരുപോലെ നമുക്ക് അതിൽ നിന്ന് പൂത്ത് നമുക്ക് കിട്ടും, ആ ഒരു കായ്ഫലം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളപ്പം ഓറഞ്ചിന്റെ നാരകത്തിന്റെ ചെടിയിലാണ് നമ്മൾ ഓറഞ്ച് ബട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണക്ക് ഓറഞ്ചിന്റെ ആ ഒരു കമ്പാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. തീരെ ചെറിയൊരു കമ്പ് മതി, നിങ്ങൾ വലിയ നീളത്തിലുള്ളത് വേണ്ട. പക്ഷെ ആ കമ്പ് എടുക്കുമ്പോൾ അതിൽ ഓറഞ്ച് ആ ഒരു വരുന്ന ഓറഞ്ച് വന്ന ഒരു കമ്പായിരിക്കണം, അത് നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ ആ കമ്പ് ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത് ഇനി നമ്മൾ ഏത് നാരകത്തിന്റെ ഏത് കമ്പിലാ നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്, ക്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, അത് ഇത് കണക്ക് നല്ല ചെത്തി നല്ല വൃത്തിയാക്കണം മേള്. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഈ കമ്പ് അതിലോട്ട് വെക്കുവാൻ വേണ്ടിയിട്ട്, ഈ മറ്റേ കമ്പ് ഇതിലോട്ട് വെക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്പിന്റെ സ്വല്പം നമ്മൾ ഇത് കണക്ക് ചെയ്യണം. ഇതിന്റെ ഇടയിലാണ് ഈ ഒരു തൊലി, നമ്മൾ തൊലിന്ന് ഒരു സ്വല്പം മാറിയിട്ടേ ഉള്ളൂ. അപ്പം ഇതിന്റെ ഇടയിലോട്ടാണ് നമ്മൾ മറ്റേ ഈ ക്രാഫ്റ്റിംഗ് ചെയ്യാനുള്ള ഓറഞ്ചിന്റെ ആ ഒരു തണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. തീരെ ചെറിയ കമ്പായിരിക്കണം, വലുതാണെങ്കിൽ നിൽക്കത്തില്ല. അപ്പം അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെലോ ടേപ്പ് കൊണ്ട് നല്ലവണ്ണം കൊട്ടിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നത് ഫെയിലാകാൻ ഒരു സാധ്യതയുമില്ല. അഥവാ ഫെയിലാകുകയാണെങ്കിൽ അതിനർത്ഥം ഇതിനകത്ത് വെള്ളം കയറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തുമാത്രം അത് മുറുക്കി സെലോ ടേപ്പ് കൊണ്ട് മുറുക്കി വെള്ളം കയറാത്ത വിധം നമ്മൾ കെട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടും, അത് നല്ലത് കണക്കുണ്ടാക്കും. അപ്പൊ ഇത് കണക്ക് പ്ലാസ്റ്റിക് കൊണ്ട് ഞാൻ ചുറ്റി കെട്ടിയിട്ട് അത് കട്ട് ചെയ്ത് അതിന്റെ രണ്ട് സ്ഥലവും വെറുതെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് വീണ്ടും അതിന്റെ മേളിൽ വീണ്ടും പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ ഞാൻ ഒരു സെലോ ടേപ്പ് കൊണ്ട് വീണ്ടും ഞാൻ ഒട്ടിച്ച് വട്ടം ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ വട്ടം ചുറ്റുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നമ്മുടെ മേളിലുള്ള ആ ഓറഞ്ച് കമ്പ് നാരകത്തിന്റെ ആ കമ്പിൽ നിന്ന് വീണ് പോകാതെ നോക്കാൻ ശ്രമിക്കണം. അത് കണക്ക് തന്നെ മൊത്തം ചുറ്റണം, വെള്ളം അതിനകത്ത് വീടല്ല. അതാണ് മഴയുള്ള സമയം നിങ്ങൾ ചെയ്യല്ലേ, നല്ല ചൂടുള്ള സമയം വേണം ഇതിന് ചെയ്യുവാനായിട്ട്. നിങ്ങൾ അതിന് വെള്ളം കൊടുത്തു, ഈ നാരക ചെടിക്ക് നിങ്ങൾ വെള്ളം കൊടുത്തു, പക്ഷേ മേളിൽ നിന്ന് വെള്ളം അതിൽ വീഴാനിടയാകല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞ് ഞാൻ ആ ഒരു ഫസ്റ്റ് കെട്ട്, അതായത് 2-3 പ്രാവശ്യം നമ്മളത് ഇത് ഈ സെലോ ടേപ്പ് കൊണ്ട് അതേ ചുറ്റി വെച്ച് അതിന്റെ ഫസ്റ്റ് നമ്മൾ കെട്ടിയ ആ ഒരു സെലോ ടേപ്പ് അഴിച്ചു മാറ്റി, അങ്ങനെ അത് വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു. വീണ്ടും നമ്മളൊരു 2 മാസം കഴിയുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും 2 months ലേറ്റർ നമ്മൾ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുകയാണ്. അവിടെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നാമ്പ് വന്ന്, ആദ്യത്തെ കെട്ട് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അവിടെ കെട്ടിൽ ഈ ഇലയുടെ അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പൂ വന്ന് കറുത്തുപോയി, അത് നമ്മൾ കണ്ടിച്ച് കളയണം. അപ്പം നല്ല കണക്ക് മേലോട്ട് വന്നിട്ടുണ്ട്, നോക്കിയാൽ നല്ല കണക്ക് ഇലകളൊക്കെ വന്ന് നല്ല കരുത്തും പച്ച ഇലകളാണ് വന്നിരിക്കുന്നത്. കാണാൻ തന്നെ വളരെ രസമുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. നോക്കി നല്ല രസമുള്ള രീതി. ഇത് നാരകത്തിൽ നമുക്ക് ഓറഞ്ചും നാരകവും ഒരുപോലെ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മളിത് ക്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ലാസ്റ്റ് ആഴ്ച നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ കെട്ട് നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. സെലോ ടേപ്പ് കൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന ആ കെട്ട് നമ്മൾ അഴിച്ചു മാറ്റുകയാണ്. നേരത്തെ അഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഏക്കം തെറ്റും, അത് വീഴുവാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് വിട്ടുപോകാൻ. ഇപ്പൊ അതൊന്നായി, ഇനിയിപ്പോ കുഴപ്പമില്ല, നമുക്കത് അഴിച്ചു മാറ്റാം. നിങ്ങൾ നോക്കി എന്ത് നല്ല കണക്ക് അതിൽ ആ ക്രാഫ്റ്റിംഗ് ആയി, അതിൽ ആ തണ്ടയിൽ തന്നെ അത് ചേർന്നിരുന്ന്. അപ്പൊ ഇത് കണക്ക് അതേ പൂവുണ്ടായി, നോക്കിയേ, ഇതിലേക്ക് ഞാൻ കാണിക്കാം. ഇതിൽ പൂവ് ഉണ്ടായി, നോക്കിയാൽ മേളിൽ പൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂവ് ഉണ്ടായി വളരെ പെട്ടെന്നാണ്, 3 മാസം കൊണ്ടാണ് ഇതെനിക്ക് ശരിയായത്. 1 മാസം കഴിഞ്ഞ് ഞാൻ അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ചെറിയ നാമ്പ് പോലെ പൊട്ടാനുള്ളത് വന്ന്, അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നാമ്പ് വന്നു, 3 മാസമായപ്പോൾ